ആ ചീരയിൽ നിന്ന് കുറച്ച് ചീര ഞാൻ നുള്ളി എടുത്തിട്ടുണ്ട്. ഒത്തിരി മൂത്ത് പോകാൻ പാടില്ല ചീര. ഈ ഒരു പാകത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചീര കണ്ടോ, കുനുകുനെ അരിഞ്ഞിട്ടുണ്ട് ഈ ചീരയിൽ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും വേണേ. ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയുടെ പച്ചമണം പോകുന്നത് വരെ ഇളക്കുക. അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിയണം, അതാണ് കേട്ടോ കുറച്ച് സ്വാദ് കൂടുതൽ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം. അതിനാവശ്യമായ ഉപ്പ് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് വേണം കേട്ടോ ചെയ്യാൻ. ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഇളക്കി വീണ്ടും അത് അടച്ച് വെച്ച് വേവിക്കുക. നല്ല അടിപൊളി ചീരത്തോരൻ റെഡിയായ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചീരത്തോരൻ വെച്ചാൽ. ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൽ കുഞ്ഞുള്ളിയോ അല്ലെങ്കിൽ വലിയ സവാളയോ ചേർത്ത് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.